കോഴിക്കോട് സെൻറ്റ് സേവിയേഴ്സ് കോളേജിനകത്ത് നമ്മളുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ രണ്ടാമത്തെ പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും എക്സാം ഹാളിലേക്ക് കയറുന്നതിനിടയിലാണ് ആദിർ മുഹമ്മദ് എന്ന കുട്ടിയെ ഞാനിവിടെ വെച്ച് കാണുന്നത്. ആദിർ ഓടി വന്ന് തമിഴ്നാട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി വെല്ലൂരിൽ നിന്ന് അല്ലെ CMC വെല്ലൂരിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞാണ് ആദിർ കാണാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് യാത്ര ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള പരീക്ഷാ സെൻറ്ററിൽ പോയായിരുന്നു ആദിർ പരീക്ഷ എഴുതിയത്. ഈ പ്രാവശ്യം കോഴിക്കോട് വന്നിട്ടാണ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു എത്ര ബുദ്ധിമുട്ടിയാണ് നാം ഒരു സ്വപ്നത്തിന് പിന്നാലെ യാത്ര ചെയ്യേണ്ടത് എന്ന്. അതിനുള്ള വലിയ മാതൃകയാണ് ആദിർ മുന്നോട്ട് വെക്കുന്നത്. ബാക്കി ആദിറിന് പറയാനുള്ളത് ആദിർ പറയും. എൻ്റെ പേര് ആദിർ മുഹമ്മദ് സാദിഖ്. ഞാൻ എക്സാം എഴുതാനായിട്ട് കോഴിക്കോടിലേക്ക് വന്നതാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ 12 hours ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് നീറ്റ് എക്സാമിൻ്റെ അതേ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ വേണ്ടി തന്നെയാണ് വന്നത്. എക്സാംസൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. സൈലത്തിലെ ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. അവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളെ കണ്ടതിൻ്റെ വലിയ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് അതിലുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു കാണുന്ന സമയത്ത്. കാരണം കഴിഞ്ഞ ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് കോഴിക്കോടേക്ക് തന്നെ ഈ പ്രാവശ്യം വരണമെന്ന് തീരുമാനിച്ചത് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നേരത്തെ വന്നതാണ് എന്നൊക്കെ അതിൽ പറഞ്ഞ് പോസിറ്റീവായി എല്ലാവരും അതിനെ കാണുക. ഇതൊരു വലിയ മെസ്സേജാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 12 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഒരു കുട്ടി മോക്ക് എക്സാം എഴുതുന്നു എന്നത് നമുക്കൊരു വലിയ മെസ്സേജാണ്. അത്രമേൽ പാഷനേറ്റായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ പരീക്ഷ എഴുത്ത് നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ആദ്യ പരീക്ഷാ ഹാളിലേക്ക് പോവുക. ഗംഭീരമായി പരീക്ഷ. ഓക്കെ.